ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. ഇതുവരെ 174 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 84 പേർ രോഗമുക്തരാവുകയും നിലവിൽ 90 പേർ രോഗബാധിതരായി തുടരുകയും ചെയ്യുകയാണ്. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ജില്ലയിൽ ഇതുവരെ 174 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 84 പേർ രോഗമുക്തരായി. ബാക്കിയുള്ള 90 പേരിൽ 83 പേർ ഹോം ഐസൊലേഷനിലുള്ളവരും 7 പേർ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുമാണ്. കോവിഡിന്റെ പുതിയ വകഭേദത്തിന് അതിതീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്നും കോവിഡ് പകരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ആശുപത്രികൾ, ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ, പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ പോകുമ്പോൾ മാസ്കുകൾ ധരിക്കണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും വേണം. സാമൂഹിക അകലം പാലിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുകയും വേണം. പനി, ജലദോഷം തുടങ്ങിയ ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കുക. പ്രായമായവരും ഗുരുതര രോഗമുള്ളവരും പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാസ്ക് ധരിച്ച് മാത്രം പുറത്തു പോവുക. ഗർഭിണികൾ ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും പുറത്തു പോകുന്ന ഘട്ടത്തിൽ മാസ്ക് ധരിച്ച് മാത്രം പുറത്തു പോകുക. പനിയും ജലദോഷവും ഉള്ളപ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം. സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറുടെ സേവനം പ്രയോജനപ്പെടുത്തണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം. സന്ദർശന വേളയിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.